ഹായ് ഓൾ, ഇന്ന് ഞങ്ങളുടെ കോഴിക്കോടുള്ളൊരു ദിവസം എങ്ങനെയാണ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഏകദേശം ഒരു 8-8:15 എണീറ്റ് നോക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുവാണ്. ഞാനിങ്ങനെ ഓടിപ്പോയി എന്താണ് അടുക്കളയിൽ നിന്ന് എന്ത് സൗണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യ ഇരുന്ന് ഉപ്മാവ് ഉണ്ടാക്കുന്ന പാത്രം തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുക. അതാ നോക്കി നന്നായിരുന്നു ഉപ്മാവ് മെഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും തമ്പുരാട്ടി പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. കുളിച്ച് കുട്ടപ്പന്മാരും കുട്ടപ്പിയായിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിന് മുന്നിൽ തന്നെയാണ് അമ്പലമുള്ളത്. തായാട്ട് ഭഗവതി ക്ഷേത്രമാണ്. അമ്പലത്തിലോട്ട് ഞങ്ങളിങ്ങനെ ചാടി കയറി. അമ്പലത്തിനകത്ത് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തൊഴുതി ഇറങ്ങി. അവൾക്ക് ക്ലാസ്സിൽ പോകാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോട്ടീസും കയ്യിലെടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് വന്നത്. ഫുഡ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉപ്മാവ് തന്നെയാണ്. ഉപ്മാവ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്. സോ അത് തന്നെയാണ് രാവിലെ അവൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഉപ്മാവും തേങ്ങാ ചട്നിയും. സോ ഞങ്ങളങ്ങ് തിടുക്കത്തിലങ്ങ് ഭക്ഷണമൊക്കെ കഴിച്ചു. കാരണം അതിന് ശേഷം അവർക്ക് ക്ലാസ് ഉണ്ട്. 10 മണിക്കാണ് ക്ലാസ്. സമയം ഓൾമോസ്റ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 9:40 ആയിട്ടുണ്ട്. പിന്നെ അറിയാലോ കോഴിക്കോടിലെ ട്രാഫിക് ബ്ലോക്കൊക്കെ. സോ ഒക്കെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോകാനുള്ള ധൃതിയാണ്. സോ അതിൻ്റെ ഇടയിൽ എന്നെ കുറേ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഞാൻ ഇട്ട് കൊടുത്ത ചന്ദനക്കുറി ശരിയായിട്ടില്ല, വലുതായി, ക്ലാസ്സിൽ പോകുമ്പോൾ എല്ലാവരും കളിയാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ബാഗൊക്കെ എടുത്തിട്ട് അവളങ്ങ് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. അവളെ ഞാൻ ബൈക്കിലാണ് കൊണ്ടുപോയി വിടാറുള്ളത് ക്ലാസ്സിന്. ഈ ഫ്ലാറ്റിനകത്തുള്ള എല്ലാവർക്കും കാറുണ്ട്, ഞങ്ങൾക്ക് മാത്രം ബൈക്ക്. സോ അതിനുശേഷം ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ക്യാമറ ഹാൻഡിൽ ചെയ്യും തമ്പുരാട്ടിയാണ്. സോ അവളുടെ ഒരു ക്യാമറ വൈഭവമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ബൈക്കോട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി, ധൃതി പിടിച്ച് ഇറങ്ങി. കാരണം സമയം വൈകിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ ആ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. എന്തിനാണോ എൻ്റെ നെഞ്ചത്തോട്ട് വന്നത്. പിന്നെ അങ്ങോട്ട് ആ ട്രാഫിക് ബ്ലോക്കിലൂടെയൊക്കെ കയറി കറങ്ങിയിട്ട് ഞങ്ങൾ എത്തി. കൃത്യസമയത്ത് എത്തിച്ച് കുറേ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. 2-3 തവണയൊക്കെ ടാറ്റയൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്ത് പറ്റിയോ എന്തോ. പിന്നെ ഞാൻ നേരെ പോയത് സൈലത്തിലോട്ടാണ്. കാരണം എനിക്കൊരു ആഡ് ഷൂട്ട് ഉണ്ടായിരുന്നു സിമിലവേ, എനിക്കൊരു പ്രൊമോ ഷൂട്ട് ഉണ്ടായിരുന്നു. കാരണം അടുത്ത ദിവസം എനിക്ക് ലൈവ് ഉണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ സൈലത്തിൻ്റെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. ഇവിടെയാണ് അഡ്മിഷനൊക്കെ നടക്കുക. ഞാൻ മുകളിൽ സ്റ്റുഡിയോയിലോട്ട് പോകുമ്പോഴേക്ക് AN സാറ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. എൻ്റെ സ്ലോട്ടിൽ അങ്ങേര് കയറിയിട്ട് എന്തോ നീറ്റിൻ്റെയോ ജെയുടെ ഒക്കെ പ്രൊമോ കൊടുക്കുകയാണ്. ഈ ഋത്തിക്കാണ് എന്നെ കയറ്റിയത്. അപ്പോൾ എൻ്റെ പ്രൊമോ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കുറേ നേരം ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത എൻ്റെ ഒഴിവായിട്ടുണ്ട്. എനിക്ക് അടുത്ത ദിവസം +1 ചാനലിൽ +2 ഒരു ഫിസിക്സിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു. നമ്മൾ തുടങ്ങുമായിരുന്നു. വെക്കേഷൻ പീരീഡൊക്കെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. സോ അതിൻ്റെ ഒരു പ്രൊമോ ഉണ്ടായിരുന്നു. സിമിലവേ എനിക്കൊരു ആഡിൻ്റെ ഷൂട്ട് കൂടി ഉണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ തീർത്തു. എനിക്കെടുത്ത് വന്നത് വിഷ്ണു എന്ന് പറയുന്ന കോണ്ടൻറ് ക്രിയേറ്റർ ആയിരുന്നു. സോ അതിനുശേഷം പിന്നെ എനിക്ക് നേരം കൺമണിനെ വിളിക്കാൻ പോകണം. കാരണം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവളവിടെ കുറേ നേരമായിട്ട് കാവൽ വെക്കുന്നുണ്ടാകും. കാരണം അവൾക്ക് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. സോ ഞാൻ പോകുമ്പോഴേക്കും ആൾ റെഡി ആയിട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ പിന്നെ അവൾക്ക് നേരെ ജ്യൂസ് കുടിക്കണം. കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ലേറ്റ് ആവുമല്ലോ. സോ ജ്യൂസ് കുടിക്കാൻ ഒരു ജ്യൂസ് കടയിൽ കയറി ഒരു ഡിക്ഷണറി പോലത്തെ പേപ്പർ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വേണം, അത് വേണം, ഇത് വേണം വേണ്ടി ലാസ്റ്റ് അവൾ ഓർഡർ ചെയ്തത് എന്താണെന്നറിയാമോ? ഓർഡർ ചെയ്തത് ബനാന മിൽക്ക് ഷേക്ക്. ഞാൻ എപ്പോഴും പറഞ്ഞു വേണ്ടാന്ന്. ഞാൻ എപ്പോഴത്തെയും പോലെ തന്നെ ചിക്കു ഷേക്കാണ് ഞാൻ ഓർഡർ ചെയ്ത് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം അവൾ പറഞ്ഞ് എനിക്കിതിൻ്റെ ചിക്കു കാണാൻ വേണ്ടി 2 ഇരുന്ന് അവൾ തന്നെ കുടിക്കുന്നതായിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞു അവളുടെ അടുത്ത് വേണ്ടാന്ന്. അത് കേട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. വീട്ടിലോട്ട് പോയിട്ട് ഞങ്ങളുടെ ഫുഡ് രാവിലെ തന്നെ അവൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചീര, ക്യാബേജ്, പയർ, പപ്പടം, ഇതൊക്കെ ഞങ്ങളിരുന്ന് കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വെയിലത്ത് വന്നതുകൊണ്ട് കുറേ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ടാനൊക്കെ മാറ്റാനുള്ള പ്രതിവിധി തമ്പുരാട്ടി എന്തൊക്കെയോ കലക്കി തന്നു. അതൊക്കെ ഞാൻ മുഖത്തൊക്കെ തേച്ച്, രണ്ടാളിങ്ങനെ മുഖത്തൊക്കെ തേച്ച് ഇപ്പോൾ വെളുത്തിട്ട് പാറും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. കുടുംബം വെളുക്കാതിരുന്നാൽ മതി രണ്ടുപേരും. അതിനുശേഷം ഒരു ചെറുതായിട്ടൊന്ന് ഉറങ്ങി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾക്ക് മീൻ കമ്പൽസറിയാണ് എല്ലാ ദിവസവും. മത്തി ഞങ്ങൾ അഡിക്റ്റാണ്. സോ അടുത്തുള്ള മീൻ കടയിലോട്ട് ഞങ്ങൾ നടന്നുപോയി. കുറേ മീനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് മത്തി മാത്രം മതി. 1 കിലോ മത്തി മേടിച്ചു. ആ മീൻ വെട്ടുന്ന ചേട്ടൻ ബംഗാളിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല അല്ലേ? ആ ചേട്ടൻ ശരിക്കും ബംഗാളി തന്നെയാണ്. അടിപൊളിയായിട്ട് മലയാളമൊക്കെ പറയും. പിന്നെ ഞാൻ മത്തിയൊക്കെ മേടിച്ച് ഞാൻ നടന്നു പോകുന്നുണ്ടല്ലേ. ആദ്യം എന്നെ വിട്ടതിൻ്റെ കാരണം ഞാനാണ് മീൻ നേരാക്കുക. അപ്പോൾ നീ വേഗം പോയി മീൻ നേരാക്കിക്കൊന്നു കൊണ്ട് തമ്പുരാട്ടി ബാക്കിൽ ക്യാമറയും കൊണ്ട് ലോ കൊണ്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വേഗം പോയിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം. പിന്നീട് അങ്ങോട്ടൊരു ജഗബൊഗ പരിപാടിയായിരുന്നു. സ്ലോയിലിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളിത് കുറേ 5X 6X ഇട്ടിട്ടാണ് മീൻ നേരാക്കുന്ന പരിപാടി. അപ്പോൾ മീനൊക്കെ നല്ല കുട്ടപ്പന്മാരായിട്ട് വെടുപ്പായിട്ടുണ്ടായിരുന്നു. മീൻമുട്ടുണ്ടായിരുന്നു. മീൻമുട്ട അവൾക്ക് ഇഷ്ടമേ അല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതെന്തായാലും വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ടാണ് അവൾ ശരിയാക്കി തന്നത്. പിന്നെ അത് എല്ലാ മീനൊക്കെ എടുത്ത് വറുത്ത്, ഇത് ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു നേരത്തേക്കുള്ള ഫുഡാണേ. ഒരു നേരത്തേക്കാണ് ഞങ്ങൾ ഈ പറയുന്ന 10-12 മീൻ 2 ആളും ഈക്വലി ഡിവൈഡ് ചെയ്ത് ഞങ്ങൾ കഴിക്കും. അപ്പോൾ ഈ ഫുഡിൻ്റെയൊക്കെ വീഡിയോ എടുക്കുക അവൾ പറയുന്നത്. ഇത്രയൊക്കെ കഴിക്കുന്നത് കണ്ട ആൾക്കാർ കണ്ണ് കെട്ടുന്നൊക്കെയാണ് അവൾ പറയുന്നത്. പക്ഷെ നിങ്ങളാരും കണ്ണ് കെട്ടരുത്, ഞങ്ങൾ വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. ഇത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലേറ്റിലെടുത്തിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനിരിക്കുന്ന വ്യാജേന അവളിരുന്ന് ഫോണിൽ കളിക്കുന്നുണ്ടാവും. ഞാൻ കുറേ നേരം പഠിക്കുവാന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ എന്തോ റീൽസോ എന്തോ ആർക്കോ മെസ്സേജോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. എന്നിട്ട് പറയുകയാണ് എൻ്റെ പ്രൈവസി ഇടപെടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ. ഇതൊക്കെ
പോയി നിർത്തണം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.